പി.കെ. ശ്രീമതി ടീച്ചറോട് മാപ്പ് പറഞ്ഞ് ഓണെയറിലായ ഒട്ടകം വല്ലാത്ത നാണക്കേടായിപ്പോയി. സ്വാഭാവികമല്ലേ? കരഞ്ഞ് നിലവിളിച്ച് നെഞ്ചത്തിടിച്ച് വിളിച്ചു പറഞ്ഞ വിടുവായത്തരത്തിന് ഞാൻ സാഷ്ടാംഗം വീണ് മാപ്പ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടുകാരെടുത്തിട്ട് ഏറിക്കയറ്റിയപ്പോഴാണ് മനസ്സിലായത് മാപ്പ് പറഞ്ഞതോടുകൂടി ഒട്ടകം ഈ നാട്ടിലെ വാ തുറന്നാൽ കള്ളം പറയുന്ന കള്ള ഒട്ടകമാണെന്ന് നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടതായിട്ടുള്ള തിരിച്ചറിവുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ഒരു ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. മാപ്പ് ഞാൻ പറഞ്ഞത് വെറുതെയല്ല, ഒരു സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ടുള്ള ഔദാര്യമാണത്രേ. എങ്ങനെ? ഒരാളെക്കുറിച്ച് ഒരു രേഖയുമില്ലാതെ പി.ടി. തോമസ് ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ഏറ്റുപാടി. പിന്നെ പി.ടി. തോമസ് ആര്? ഒട്ടകത്തിൻ്റെ പിതാവല്ലേ? അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ ഉടമസ്ഥനല്ലേ? ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതേപടി ഓരിയിടുന്ന ആളാണെന്ന് പറയാനായിട്ട് നാണമില്ലേ? അതായത് ഈ കേസ് അത് ശ്രീമതി ടീച്ചർ നടത്തിയാൽ തീരാൻ പോകുന്നില്ലത്രേ. അതായത് ഒരാൾക്കെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ചിട്ട് പരസ്യമായി മാപ്പും പറഞ്ഞതിന് ശേഷം ഞാൻ ഔദാര്യമാണത്രേ, സ്ത്രീയുടെ കണ്ണീരാണത്രേ, കിടന്ന് മെഴുകാതെ ഒട്ടകം. നാട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനിടയിൽ ഞാൻ പറഞ്ഞ കാര്യം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഒരു ഇംഗ്ലീഷ് വാക്കെടുത്ത് ഇടയ്ക്കിടയ്ക്ക് തിരികെ കയറ്റുന്നുണ്ടായിരുന്നു. എന്താണ് സബ്സ്റ്റാൻഷിയേറ്റ് എന്ന് പെട്ടെന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെടരുത്. അതായത് തെളിയിക്കാനുള്ള തെളിവൊന്നും എൻ്റെ കൈവശം ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞ ആരോപണങ്ങൾ അതിന് ഒരു തെളിവും ഇല്ല എന്നതിന് പകരം സബ്സ്റ്റാൻഷിയേറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് ബോധ്യപ്പെടില്ല എന്നാണ് ഒട്ടകം കരുതിയത്. ആ പ്രതികരണം പുറത്തു വന്നതിന് ശേഷം ഒട്ടകത്തിൻ്റെ യാത്ര നേരെ സുനിത വില്യംസ് നിന്നതിനേക്കാൾ മുകളിലാണ് നിന്നത്. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം താഴേക്ക് വരാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അടിച്ച ഡയലോഗ് കൂടി കേൾക്കണം. വാസ്തവത്തിൽ വിവരമില്ലാത്ത ആളുകൾ നടന്നു പറയുന്നതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മാതൃകയാവാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായി എടുത്ത ഒരു തീരുമാനമാണ്. കാരണം ഒരു സ്ത്രീയുടെ കണ്ണുനീർ ഏത് കാരണവശാലും ഏത് രാഷ്ട്രീയ കാരണവശാലും വീഴാൻ പാടില്ല എന്ന് എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിധ്വനിയാണ് എൻ്റെ ഖേദം. അത് കോടതി പറഞ്ഞിട്ടല്ല. ചില ആളുകൾ പറയുന്നു കോടതി പറഞ്ഞിട്ടല്ല, കേസ് നടത്തിയിട്ടില്ല. കേസ് എനിക്കെതിരെ ഒരിക്കലും നടത്താൻ ശ്രീമതി ടീച്ചർക്ക് കഴിയില്ല. ടീച്ചർ മരിച്ചാലും കേസ് തീരില്ല. കാരണം ഡിഫമേഷൻ കേസാണ് കൊടുത്തത്. എനിക്ക് ഡിഫമേഷൻ ഇല്ല. അന്തരിച്ചു പോയ പി.ടി. തോമസ് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ചു. പി.ടി. തോമസിനെതിരെ കേസ് കൊടുത്തു, എനിക്കെതിരെയും കേസെടുത്തു. പി.ടി. തോമസ് മരിച്ചു. പക്ഷെ ഒരു കാര്യം ഞാൻ അപ്പോഴും ഇപ്പോഴും പറയുന്നു, ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാർ അതിനകത്തില്ല. അപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചറുടെ മകൻ്റെ പേരില്ല, പക്ഷേ ഉന്നതരായിട്ടുള്ള ആളുകളുടെ പേരുണ്ട്, ടീച്ചർക്ക് കാണണ്ടേ? ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചർ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് എൻ്റെ മകനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ടീച്ചറുടെ ആ മനോവിഷമത്തിൽ, ഞാൻ പറഞ്ഞ വരികൾ നിങ്ങൾ മനസ്സിലാക്കണം, ടീച്ചറുടെ മനോവിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ടീച്ചറുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു, ഗോപാലകൃഷ്ണൻ തോന്നുന്നു പത്രക്കാരോട് പറയണം. ഞാനത് ചാനൽ ചർച്ചയിൽ ഏതോ ഒരു ചാനൽ ചർച്ചയിൽ സൂചിപ്പിച്ചു. പക്ഷേ ടീച്ചർക്ക് അത് പോരാ. വീണ്ടും ടീച്ചർ പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷൻ കൊടുത്തപ്പോൾ ഞാൻ ഈ FIR ക്വാഷ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ ഹൈക്കോടതി കൊടുത്തു. വാസ്തവത്തിൽ അത് ക്വാഷ് ചെയ്യും. കാരണം ഒരു മീഡിയേഷൻ ചർച്ചയിൽ ഒരു തീരുമാനമെടുത്ത് അത് നടപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ പ്രൊസീഡിങ്സ് പാടില്ല. അപ്പോൾ ക്വാഷ് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അവിടെ വെച്ച് ഹൈക്കോടതിയിലും ഈ ശ്രീമതി ടീച്ചർ വന്നപ്പോൾ മീഡിയേഷനിൽ ഒന്നും കൂടെ ഒന്ന് തീർത്തുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഈഗോ ഇല്ലാത്തത് കൊണ്ട് ഇന്നലെ മീഡിയേഷൻ നടന്നു. ആ മീഡിയേഷനിൽ ഞാൻ പറഞ്ഞു ടീച്ചറുടെ പ്രശ്നം എന്താ? അപ്പോൾ ടീച്ചർ പറഞ്ഞു വേറൊന്നുമില്ല, ഇതൊന്ന് പത്രക്കാരോട് പറയണം. ഞാൻ പറഞ്ഞു ടീച്ചറുടെ ഈ വിഷമവും പ്രയാസവും ടീച്ചർ കരഞ്ഞുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്, അല്ലാതെ കേസുമില്ല, കേസ് നടത്തിയിട്ടുമില്ല, ഇതുവരെ കേസിൻ്റെ ഒരു പ്രൊസീഡിങ്സ് ആരംഭിച്ചിട്ടില്ല. ശ്രീമതി ടീച്ചർ മരിച്ചാലും ആ കേസ് തീരില്ല. കാരണം സുപ്രീം കോടതി വരെ ഞാൻ പോവും. അപ്പം എൻ്റെ തീരുമാനം കേരളത്തിന് മാതൃകയുണ്ടായിക്കോട്ടെ എന്ന എൻ്റെ തീരുമാനം, ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ത്രീയുടെ കണ്ണുനീര് ഒരു കാരണവശാലും വീഴാൻ പാടില്ല എന്ന എൻ്റെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്നലെ പത്രക്കാരോട് പറഞ്ഞു, ഈ വരിയും കൂടെ പറഞ്ഞു. പി.ടി. തോമസ് പറഞ്ഞതാണ്, ടീച്ചർക്കുണ്ടായ മനോവിഷമത്തിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. വിശ്വസിച്ച് കേട്ടോ, ഒട്ടകം എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ മെഴുകൽ. ഇങ്ങനെ ആയിരിക്കണം ഒരു 916 ഒട്ടക സംഘി. ആ ഒട്ടക സംഘി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഈ നാട്ടുകാർ തൊള്ള തൊടാതെ വിശ്വസിക്കും. ഇനിയിപ്പോൾ സ്വയം ആശ്വസിക്കാം, ഞാനൊരു സ്ത്രീയുടെ കണ്ണീര് കണ്ടിട്ടാണത്രേ. പിന്നെ ഒട്ടകത്തിന്റെ മുന്നിൽ വന്ന് കരയാൻ CPMകാർ പോയി പണി നോക്കുക എന്നതിനപ്പുറം മറ്റൊന്നും ഒട്ടകത്തിനോട് പറയാനില്ല. എന്തായാലും മാപ്പ് പറഞ്ഞതും ഖേദം പ്രകടിപ്പിച്ചതും നാട്ടുകാർ കണ്ടതാണ്. കണ്ണൂരിൽ നിന്ന് ഹൈക്കോടതിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ ഇറുകുമെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മാപ്പ് കൊണ്ട് രക്ഷപ്പെടാൻ പരിശ്രമിച്ചെങ്കിലും അത്
വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു മറുമെഴുകലുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ കേസ് തീർന്നിട്ടില്ല. ഖേദപ്രകടനം ഇനി കോടതി അംഗീകരിക്കേണ്ടതുണ്ട്. ഈ മെഴുകൽ കൂടിയാകുമ്പോൾ അത് വീണ്ടും നീണ്ടുപോകാനാണ് സാധ്യത. ഇത് നടത്തിയാൽ PK ശ്രീമതി ടീച്ചർ മരിച്ചാലും തീരില്ല എന്നാണ് ഒട്ടകത്തിൻ്റെ അവകാശവാദം. അതായത് ഒട്ടകം ഈ ഭൂമി അവസാനിച്ചാലും ചാവൂല, ഞാൻ ജീവിച്ചിരിക്കും, ബാക്കിയുള്ളവരെല്ലാം മരിക്കുമെന്നാണ് ഒട്ടകം കരുതിയിരിക്കുന്നത്. കാര്യം ഒട്ടകത്തിൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് 175 വർഷം വരെ ജീവിച്ചിരിക്കുമെന്നുള്ളത്. അത് ഈ ഒട്ടകമല്ല, യഥാർത്ഥ ഒട്ടകമാണെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള ശേഷിക്കുറവ് കൊണ്ടാണ് ആ ഡയലോഗ് അടിച്ചുകൊണ്ട് നടക്കുന്നത്. മിക്കവാറും ഒട്ടകത്തിൻ്റെ കണ്ണടഞ്ഞ് ആ ഇഡ്ഡലിയും കഴിച്ചിട്ടേ മിക്കവാറും ശ്രീമതി ടീച്ചർ ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുള്ളൂ. ഒരു മാപ്പും പറഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ താൻ ഒരു വിടുവായനാണെന്ന് തെളിയിച്ചതിന് ശേഷം ഞാൻ വിടുവായനല്ല, ഞാൻ യഥാർത്ഥ ഡയലോഗ് അടിക്കാരനാണെന്ന് വരുത്താൻ വേണ്ടിയുള്ള പരിശ്രമം വീണ് കിടക്കുന്ന ഒട്ടകത്തെ കൂടുതൽ നാറ്റിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ.